നമസ്കാരം. VBC പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ചെങ്കൊടിയുമായി ആയിരങ്ങൾ. കേരള രക്ഷാമാർച്ചിന് തൊടുപുഴയിൽ ഉജ്ജ്വല സ്വീകരണം. സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്ന നടപടി ശരിയല്ലെന്ന് കോൺഗ്രസ് ഐ ഗ്രൂപ്പ് നേതൃയോഗം. ചർച്ചകളൊന്നും ആരംഭിക്കാതെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നത് സംഘടനാ മര്യാദകൾക്കെതിരാണെന്നും ഐ ഗ്രൂപ്പ്. തൊടുപുഴ ലയൺസ് ക്ലബ്ബും തൊമ്മൻകുത്ത് അക്ഷര ലൈബ്രറിയും സംയുക്തമായി അവയവദാന ബോധവൽക്കരണ ക്യാമ്പയിൻ സമാപനം സംഘടിപ്പിച്ചു. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഡയറക്ടർ ഫാദർ ഡേവിസ് ചിറമേൽ ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഫെറോന പള്ളിയുടെ കൂദാശ കർമ്മം ഫെബ്രുവരി 13 കോതമംഗലം രൂപത അധ്യക്ഷൻ മാർ ജോർജ് മഠത്തിക്കണ്ടത്തിൽ നിർവഹിക്കും. പൊതുസമ്മേളനം മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്യും. ഏഴല്ലൂർ തൊടുപുഴ റോഡ് വീതി കൂട്ടി ടാർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് CPI നേതൃത്വത്തിൽ പെരുമ്പള്ളിച്ചിറയിൽ റോഡ് ഉപരോധിച്ചു. ഉപരോധ സമരം CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം K സലീം കുമാർ ഉദ്ഘാടനം ചെയ്തു. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. കേരള രക്ഷാ മാർച്ചുമായി തൊടുപുഴയിലെത്തിയ CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയന് ഉജ്ജ്വല വരവേൽപ്പ്. നിരവധി ആളുകളാണ് ജാഥ ക്യാപ്റ്റനെ സ്വീകരിക്കാൻ ചെങ്കൊടിയുമായി എത്തിയത്. ജാഥ അംഗങ്ങളോടൊപ്പം തുറന്ന ജീപ്പിലേറി പിണറായി വിജയൻ ജാഥ നയിച്ചു. കർഷകരും തൊഴിലാളികളും വിദ്യാർത്ഥികളും യുവാക്കളും അടക്കം സമൂഹത്തിന്റെ നാനാതുറകളിലും പെട്ടവർ ഒഴുകിയെത്തി മാർച്ചിന്റെ ഭാഗമായി. കുട്ടികളും ചിട്ടയോടെ ചുവടുവെച്ച ചുവപ്പ് സേനാംഗങ്ങളും ബാൻഡ് സംഘവും മാർച്ച് വർണ്ണാഭമാക്കി. തുടർന്ന് മുനിസിപ്പൽ മൈതാനിയിൽ നടന്ന സമാപന സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി MM മണി, ജാഥ അംഗങ്ങളായ കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ, LDF കൺവീനർ വൈക്കം വിശ്വൻ, എളമരം കരീം, PK ശ്രീമതി, AK ബാലൻ, ബേബി ജോൺ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം CV വർഗീസ്, MJ മാത്യു, VV മത്തായി, KP മേരി, TR സോമൻ, A രാധാകൃഷ്ണൻ, KL ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. UDF ജനങ്ങളെ വഞ്ചിക്കുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പറഞ്ഞു. ഇടുക്കിയിലെ മനുഷ്യരുടെ ജീവിത സാഹചര്യങ്ങൾ കാണുവാൻ കഴിയാത്ത സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കേരള രക്ഷാ മാർച്ചിന് തൊടുപുഴയിൽ നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മതനിരപേക്ഷ ഇന്ത്യ, വികസിത കേരളം. നമ്മുടെ രാജ്യത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റാണ് ഭരിക്കുന്നത്. ആ ഭരണം രാജ്യത്തിനെതിരാണ്, ജനങ്ങൾക്കുമെതിരാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ കോൺഗ്രസിന് എതിരാണ്. ഇത്തരമൊരു പ്രതിഭാസമാണ് രാജ്യത്ത് കാണാൻ നമുക്ക് കഴിയും. കോൺഗ്രസിനെ വീണ്ടും അധികാരത്തിൽ കയറണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ വലിയ തോതിൽ പരാജയം ഏറ്റുവാങ്ങേണ്ട നിലയിലാണ് കോൺഗ്രസ് നിൽക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 4 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ
ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 2 ദശാബ്ദം ഭരിച്ചുകൊണ്ടിരിക്കുന്ന 2 സംസ്ഥാനങ്ങളുണ്ടായിരുന്നു, രാജസ്ഥാനും ഡൽഹി. രാജസ്ഥാനിലെ ആകെ കിട്ടിയത് 21 സീറ്റ്, ഡൽഹി എല്ലാം കൂടി 8. അത്ര കനത്ത പരാജയമാണ് കോൺഗ്രസ് ഏറ്റുവാങ്ങേണ്ടിയിരുന്നത്. ഇതേ അവസ്ഥയാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിനെ കാത്തിരിക്കുന്നത്. കോൺഗ്രസ് അധികാരത്തിലില്ലെങ്കിൽ പിന്നെ അധികാരത്തിൽ കയറാൻ പറ്റിയത് ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് BJP രംഗപ്രവേശിച്ചു. BJP നമ്മുടെ രാജ്യത്തെ ജില്ലാ സെക്രട്ടറി MM മണി, ജാഥ അംഗങ്ങളായ കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ, LDF കൺവീനർ വൈക്കം വിശ്വൻ, എളമരം കരീം, PK ശ്രീമതി, AK ബാലൻ, ബേബി ജോൺ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം CV വർഗീസ്, MJ മാത്യു, VV മത്തായി, KP മേരി, TR സോമൻ, A രാധാകൃഷ്ണൻ, KL ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ശമ്പള പരിഷ്കരണം കാലാവധി കഴിഞ്ഞിട്ടും നടത്താത്തതിൽ പ്രതിഷേധിച്ച് ബാങ്ക് ജീവനക്കാർ പണിമുടക്ക് ആരംഭിച്ചു. ചൊവ്വാഴ്ചയും ജീവനക്കാർ പണിമുടക്കും. യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയനുകൾ നടത്തുന്ന പണിമുടക്ക് ബാങ്കുകളുടെ സാധാരണ പ്രവർത്തനത്തെ ബാധിച്ചു. 10 ലക്ഷത്തിലധികം വരുന്ന ബാങ്ക് ജീവനക്കാരും ഓഫീസർമാരുമാണ് രാജ്യവ്യാപകമായി പണിമുടക്കുന്നത്. ചർച്ചകളിലൂടെ സമരം ഉടൻ തീർന്നില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അതിശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് UFBU ജില്ലാ കൺവീനർ PK ജോൺ പറഞ്ഞു. സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്ന നടപടി ശരിയല്ലെന്ന് കോൺഗ്രസ് I ഗ്രൂപ്പ് നേതൃയോഗം. ചർച്ചകളൊന്നും ആരംഭിക്കാതെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നത് സംഘടനാ മര്യാദകൾക്കെതിരാണെന്നും യോഗം വിലയിരുത്തി. കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതി പോലും ചേർന്നിട്ടില്ല. കോൺഗ്രസ് പാർട്ടിയുടെ അടിത്തറ തകർക്കുന്ന പ്രവർത്തനത്തിലാണ് ചില നേതാക്കൾ ഏർപ്പെട്ടിരിക്കുന്നതെന്നും യോഗം കുറ്റപ്പെടുത്തി. മാധവ് ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ട് കർഷകർക്കിടയിൽ വ്യാപകമായ ആശങ്കകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ലഘൂകരിക്കുവാനുള്ള തീവ്ര പരിശ്രമങ്ങളുമായി KPCCയും സർക്കാരും ശ്രമിക്കുമ്പോൾ കപട പരിസ്ഥിതിവാദത്തിന്റെ പ്രചാരകരെ പോലെ ജില്ലയിൽ നിന്നുള്ള ചില നേതാക്കന്മാർ പ്രവർത്തിക്കുന്നത് പാർട്ടിയുടെ അടിത്തറ തകർക്കുമെന്നും യോഗം വിലയിരുത്തി. KPCC പ്രസിഡന്റിന്റെയും മുഖ്യമന്ത്രിയുടെയും നിലപാടുകൾ ശരിയല്ലെന്ന നിലയിലുള്ള പ്രസ്താവനകൾ നിയന്ത്രിക്കാത്ത സാഹചര്യത്തിൽ ഇത്തരം പ്രസ്താവനകൾ സെൻസർ ചെയ്യാൻ KPCC തയ്യാറാകണമെന്നും യോഗം ആവശ്യപ്പെട്ടു. അഡ്വക്കേറ്റ് EM അഗസ്തി, അഡ്വക്കേറ്റ് ജോയി തോമസ്, ഇബ്രാഹിം കുട്ടി കല്ലാർ, S അശോകൻ, CP മാത്യു, ചാർലി ആന്റണി, VE താജുദ്ദീൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. 24ാമത് പെരുമറ്റം കൺവെൻഷൻ ഫെബ്രുവരി 12 മുതൽ 16 വരെ മലങ്കര പെരുമറ്റം ഗ്രൗണ്ടിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 24ാമത് പെരുമറ്റം കൺവെൻഷനാണ് ഈ ആഴ്ച നടക്കാൻ പോകുന്നത്. ഫെബ്രുവരി മാസം 12-ാം തീയതി ബുധനാഴ്ച മുതൽ 16-ാം തീയതി ഞായറാഴ്ച വരെ മലങ്കര പെരുമറ്റം ഗ്രൗണ്ടിൽ വെച്ചാണ് കൺവെൻഷൻ നടക്കുന്നത്. ഈ കൺവെൻഷൻ്റെ ഈ വർഷത്തെ പ്രത്യേകത എന്ന് പറയുന്നത് കൂടുതൽ മനുഷ്യന് മുഴുവൻ സൗഖ്യം കിട്ടുന്ന എങ്ങനെയാണ്, അതിൻ്റെ അർത്ഥം എന്താണ്? കാരണം ഇന്ന് മനുഷ്യജീവിതം വളരെയേറെ അതിൻ്റെ വില തകർന്നുകൊണ്ടിരിക്കുന്നൊരു കാലത്തിൽ നമ്മൾ ജീവിക്കുന്നു. ആനുകാലികമായ സംഭവങ്ങൾ ഒരെത്തും പിടിയുമില്ലാത്ത രീതിയിൽ നമ്മളെ വിഷമിപ്പിക്കുന്നൊരു കാലഘട്ടത്തിൽ എന്താണ് ഇതിനൊരു പരിഹാരം? എങ്ങനെ മനുഷ്യന് വിടുതൽ കിട്ടാൻ കഴിയും? മദ്യവും മയക്കുമരുന്നും അതൊക്കെ വരുത്തി വയ്ക്കുന്നതായിട്ടുള്ള വലിയ വിപത്തുകളും കുടുംബജീവിതത്തിൻ്റെ തകർച്ചകളും കൊണ്ട് മനുഷ്യജീവിതം വാസ്തവത്തിൽ തകർന്ന് വേദനാജനകമായിരിക്കുന്നൊരു കാലത്തിൽ അതിനെങ്ങനെ പരിഹാരം കാണാൻ കഴിയും, നമുക്കെന്ത് സന്ദേശം കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ കൺവെൻഷനിലൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. എൻഡ് ടൈം ഗോസ്പൽ മിഷന്റെ ആഭിമുഖ്യത്തിലാണ് കൺവെൻഷൻ നടത്തുന്നത്. എല്ലാ ദിവസങ്ങളിലും രാവിലെ 6 മുതൽ 9 വരെ പൊതുയോഗവും വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ 10 മുതൽ 1 വരെ കൗൺസിലിംഗും രോഗസൗഖ്യ ശുശ്രൂഷയും നടക്കും. പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജി ഐസക് ജെയിംസ് മനുഷ്യന്റെ രൂപാന്തരവും രൂപമാറ്റവും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തും. പ്രസിഡന്റ് CI ജോസഫ്, NK ഐസക്, ജെയിൻ തോമസ്, KT ബിനു തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തൊടുപുഴ ലയൺസ് ക്ലബ്ബും തൊമ്മൻകുത്ത് അക്ഷര ലൈബ്രറിയും സംയുക്തമായി അവയവദാന ബോധവൽക്കരണ ക്യാമ്പയിൻ സമാപനം സംഘടിപ്പിച്ചു. തൊമ്മൻകുത്ത് സെന്റ് ജോസഫ് LP സ്കൂളിൽ നടന്ന ക്യാമ്പയിൻ കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഡയറക്ടർ ഫാദർ ഡേവിസ് ചിറമേൽ ഉദ്ഘാടനം ചെയ്തു. അതായത് ഇത് കിട്ടേണ്ട അവസ്ഥ നമുക്ക് വരാൻ പാടില്ല.
അത് ഇന്ന് വരാതിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് നമ്മൾ ആലോചിക്കണില്ല. കുവൈറ്റിൽ ചെന്നപ്പോൾ ഏറെ അഭിമാനം തോന്നിയൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഒന്ന്, ആ ഗവൺമെന്റ് ഇതിനോട് കാണിക്കുന്ന പ്രതിപത്തി. ഡോക്ടർ മുസ്തഫയാണ് അതിന്റെ ട്രാൻസ്പ്ലാന്റ് സെന്ററിന്റെ ചെയർമാൻ. അത് എന്തോ ഒരു അഭിമാനത്തോടെ അവിടെയുള്ള എല്ലാ ഹോസ്പിറ്റലിലത്തെ ആ കോർഡിനേഷൻ നടന്ന 8 മണിക്ക് ഫാദർ പറഞ്ഞു 1 മണിക്കൂർ അച്ഛൻ സംസാരിക്കും. ആരോട്? കുവൈറ്റികളോട്. അവിടെ എന്താ പ്രശ്നം വെച്ചാൽ അവിടെ ഈ സമ്മതപത്രം എഴുതി ഒപ്പിട്ട് ആകെ 6000 സമ്മതപത്രം അവിടെ ഒപ്പിട്ട് കിട്ടിയിട്ടുള്ളൂ. 6000. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയിൽ 4.5 ലക്ഷം സമ്മതപത്രം ഒപ്പിട്ടിരിക്കണം. 4.5 ലക്ഷം. നിങ്ങൾക്ക് എത്ര കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. 4.5 ലക്ഷം സമ്മതപത്രമാണ് കിട്ടിയിരിക്കുന്നത് കേരളത്തിൽ. അത് കേട്ടപ്പോൾ അധികം ഇത് എങ്ങനെ ഫാദർ ഇതൊക്കെ നടക്കണേ? നേരത്തെ വിദ്യാസാഗർ പറഞ്ഞതാണ്, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പേര് കൊടുത്തിട്ടുണ്ട് ഞാൻ. അവിടുത്തെ പേഷ്യൻസിന് വേണ്ടിയിട്ട് ഹെലികോപ്റ്ററിൽ നിന്ന് ചാടാൻ പോകുന്നു. എൻ്റെ പേര് ഫേസ്ബുക്കിൽ ഇട്ടാൽ അച്ഛൻ ചാടുന്നത് കണ്ടാൽ കുറെ ആൾക്കാർ അതിരിക്കുക, അച്ഛൻ ചാടുന്നത് അന്നൊരു $10 ആയിക്കോട്ടെ, ഒന്ന് $25 ആയിക്കോട്ടെ, അങ്ങനെ കുറെ കാശ് അവർ എൻ്റെ പേരിൽ അങ്ങോട്ട് കയറ്റും. അതൊക്കെ കിഡ്നി പേഷ്യൻസിന് കിട്ടും. അപ്പൊ മുകളിൽ നിന്ന് ചാടാൻ പോകുന്നു. പ്രിയമുള്ളവരെ, മനസ്സിലാക്കി ഈ ലോക ജീവിതത്തിൽ നമ്മളെന്ത് സമ്പാദിച്ചു കൂട്ടിയതൊന്നും. പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് സാബു എബ്രഹാം അധ്യക്ഷത വഹിച്ചു. ലയൺസ് ക്ലബ് 2nd വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ അഡ്വക്കേറ്റ് വി അമർനാഥ് ഫാദർ ഡേവിസ് ചിറമേലിനെ ആദരിച്ചു. ഡോക്ടർ ജോസഫ് സ്റ്റീഫൻ, KM തോമസ്, പഞ്ചായത്ത് പ്രസിഡന്റ് ബീന ജോളി, അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ, പഞ്ചായത്ത് മെമ്പർ CP രാമചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. കരിമണ്ണൂർ ശ്രീ കാർത്തിയായനി ക്ഷേത്രത്തിലെ തിരുവുത്സവം സമാപിച്ചു. ശനിയാഴ്ച വൈകിട്ട് എലമ്പിലക്കാട്ട് ക്ഷേത്രത്തിൽ നിന്നും എതിരേൽപ്പ് ഘോഷയാത്ര നടത്തി. താലപ്പൊലി, മേജർ സെറ്റ്, ചെണ്ടമേളം എന്നിവ എതിരേൽപ്പിന് കൊഴുപ്പേകി. ആത്മ ഇടുക്കിയുടെയും ഇടവെട്ടി കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഇടവെട്ടിയിൽ കാർഷിക സെമിനാർ നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ജസീല ലത്തീഫ് ഉദ്ഘാടനം നിർവഹിച്ചു. അപ്പോൾ തീർച്ചയായും നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കാർഷിക മേഖലയിലേക്ക് വേണ്ടി നൂതനമായ പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യപ്പെടുന്നതാണ്. അതിനുവേണ്ടി ഇടവെട്ടി പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാവിധ സഹായങ്ങളും എപ്പോഴും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും. ഇപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു, പദ്ധതി രൂപീകരണത്തിൽ കൃഷിക്ക് എന്താണ് വെച്ചിരിക്കുന്നത്, കർഷകർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ കർഷകർക്ക് തന്നെ ലഭിക്കണമെന്ന് അവർ പറയുകയുണ്ടായി. തീർച്ചയായും കർഷകർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ കർഷകർക്ക് തന്നെ ലഭിക്കണമെന്ന് ആണ് ഞങ്ങൾ ഭരണസമിതിയുടെ ആഗ്രഹവും. ഇപ്പോൾ നമ്മൾ നാളെ നമ്മുടെ കൃഷി ഓഫീസർ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ 2ാം ഘട്ട വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ അവലോകന യോഗം നാളെ കൂടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇവിടെ നിന്ന് ഈ സെമിനാറിൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടി പരിഗണിച്ചായിരിക്കും ഞങ്ങൾ കൃഷി മേഖലയിലേക്കുള്ള ഞങ്ങളുടെ ഫണ്ട് മാറ്റിവെക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടും നിങ്ങളുടെ ഈ ആത്മഗോഷ്ഠി കാർഷികമേളയുടെ ഈ യോഗം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്ത ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുനി സാബു അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ സിബി തോമസ്, പഞ്ചായത്ത് മെമ്പർ AK സുഭാഷ് കുമാർ, K തങ്കമണി, അജിമോൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഏഴല്ലൂർ തൊടുപുഴ റോഡ് വീതി കൂട്ടി ടാർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് CPI നേതൃത്വത്തിൽ പെരുമ്പള്ളിച്ചിറയിൽ റോഡ് ഉപരോധിച്ചു. ഉമ്മൻചാണ്ടി ഭരണത്തിൽ കേരളത്തിലെ റോഡല്ല, ഇല്ല നടക്കില്ല. റോഡ് വിരോധം സിന്ദാബാദ്, റോഡ് വിരോധക്കാരെ ധിക്കാരികളെ. ഉപരോധ സമരം CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം K സലീം കുമാർ ഉദ്ഘാടനം ചെയ്തു. ഇവിടുത്തെ ഓട്ടോറിക്ഷക്കാരെ സംബന്ധിച്ചിടത്തോളം ഓട്ടോറിക്ഷ തൊടുപുഴി കോട്ടം വിളിച്ചാൽ പോയിട്ട് വരുമ്പോൾ 4 പ്രാവശ്യം പോയിട്ട് വരുന്ന കാശിന്റെ ചെലവായതുകൊണ്ട് അവർക്കും വിഷമത്തിലായി ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമായി.
ഒരു തരത്തിലും നമ്മുടെ ഈ പ്രദേശത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് സഹകരിക്കുകയില്ല എന്ന് തീരുമാനിക്കുന്ന ജനപ്രതിനിധികളുള്ള നാടാണ്. മന്ത്രിയുമായിട്ടൊക്കെ വളരെ അടുത്ത കുടുംബ ബന്ധങ്ങളും സുഹൃത്തു ബന്ധങ്ങളും ഒക്കെ ഉണ്ട് എന്ന് പറയുന്ന നേതാക്കന്മാരുള്ള നാടായത്. പക്ഷെ എന്ത് ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, നാട്ടുകാർക്ക് ഗുണമാകുന്ന ഒരു കാര്യവും ചെയ്യല. അതൊരു വാശിയാണ്. ഈ പെരുമ്പള്ളിച്ചിറ ഏഴല്ലൂർ റോട്ടിൽ കിടക്കുന്ന മനുഷ്യനെ കുഴിയിലിട്ട് ശരിപ്പെടുത്തുമെന്ന് തീരുമാനിച്ച് കുറെ ആളുകൾ അങ്ങനെ മുന്നോട്ട് പോകുക. അത്തരം ഒരു സാഹചര്യത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക മാത്രമല്ല ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ട് വരുവാൻ വേണ്ടി തീരുമാനിച്ചുകൊണ്ട് അതിന്റെ പ്രചരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ജനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ വിഷയം ഞങ്ങൾ സംസാരിച്ചതും അതിന്റെ ആവശ്യമായ കണക്കിന് രൂപ ഈ റോഡിന്റെ വികസനത്തിന് വേണ്ടി ഗവൺമെന്റ് പ്രഖ്യാപിച്ചത് മാറ്റിവെച്ചിട്ടാണിത്. എന്ന് വെച്ചാൽ ഇത് ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, ആരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, ആരോടുള്ള വിരോധം തീർക്കാനുള്ളതാണ് ഈ എന്ന് നമുക്ക് മനസ്സിലാകണ്ടേ. ഈ നാട്ടിലെ ജനങ്ങളോട് പറയട്ടെ. നമ്മുടെ തൊടുപുഴയെ സംബന്ധിച്ചിടത്തോളം ഈ തൊടുപുഴയിലെ ഏറ്റവും വലിയൊരു വിദ്യാഭ്യാസ സമുച്ചയം തന്നെ നമ്മുടെ ഈ പഞ്ചായത്തിലുണ്ട്. നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾക്ക് മാത്രമേ റോഡ് നന്നാക്കുവാൻ PWD അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാവണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. PP ജോയി, VR പ്രമോദ്, മുഹമ്മദ് അഫ്സൽ, PS സുരേഷ്, MA ഹുസൈൻ, NJ കുഞ്ഞുമോൻ, ബാബു കളപ്പുര, PE ഹുസൈൻ, സിറാജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ചെങ്കൊടിയുമായി ആയിരങ്ങൾ. കേരള രക്ഷാമാർച്ചിന് തൊടുപുഴയിൽ ഉജ്ജ്വല സ്വീകരണം. സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്ന നടപടി ശരിയല്ലെന്ന് കോൺഗ്രസ് ഐ ഗ്രൂപ്പ് നേതൃയോഗം. ചർച്ചകളൊന്നും ആരംഭിക്കാതെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നത് സംഘടനാ മര്യാദകൾക്കെതിരാണെന്നും ഐ ഗ്രൂപ്പ്. തൊടുപുഴ ലയൺസ് ക്ലബ്ബും തൊമ്മൻകുത്ത് അക്ഷര ലൈബ്രറിയും സംയുക്തമായി അവയവദാന ബോധവൽക്കരണ ക്യാമ്പയിൻ സമാപനം സംഘടിപ്പിച്ചു. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഡയറക്ടർ ഫാദർ ഡേവിസ് ചിറമേൽ ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഫെറോന പള്ളിയുടെ കൂദാശ കർമ്മം ഫെബ്രുവരി 13 കോതമംഗലം രൂപത അധ്യക്ഷൻ മാർ ജോർജ് മഠത്തിക്കണ്ടത്തിൽ നിർവഹിക്കും. പൊതുസമ്മേളനം മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്യും. ഏഴല്ലൂർ തൊടുപുഴ റോഡ് വീതി കൂട്ടി ടാർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് CPI നേതൃത്വത്തിൽ പെരുമ്പള്ളിച്ചിറയിൽ റോഡ് ഉപരോധിച്ചു. ഉപരോധ സമരം CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം K സലീംകുമാർ ഉദ്ഘാടനം ചെയ്തു. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. തൊടുപുഴയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകൾ ഇപ്പോൾ ലോകത്തെങ്ങും ലഭിക്കുന്നു. തൊടുപുഴയിലെ ആദ്യത്തെ വെബ് TV ചാനൽ ഇന്ന് തന്നെ സന്ദർശിക്കുക. www.bbcnewstodupuഴ.com. തൊടുപുഴയ്ക്ക് സമീപമുള്ള 16 ഗ്രാമപഞ്ചായത്തുകളിലും ഇന്റർനെറ്റിലും ഇപ്പോൾ BBC വാർത്തകൾ ലഭിക്കുന്നു. BBC ന്യൂസ്, തൊടുപുഴയുടെ സ്വന്തം വാർത്താ ചാനൽ. സന്ദർശിക്കുക www.bbcnewstodupuഴ.com.